പണക്കലി ശിവ വാർത്താ സമ്മേളനമാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ. പറയല്ലേ സ്വിച്ച് അവിടെയാണ് എന്നാ എല്ലാവരും നിശബ്ദരായിട്ടിരിക്കുക പ്ലീസ്. 2026 അവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അതും ശ്രദ്ധിക്കണം. 2026 ഏപ്രിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളുടെ പേര് വിവരം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇത് നിരന്തരമായ പ്രോസസ്സുകൾ എല്ലാ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുമായും എല്ലാ നിലക്കുമുള്ള കൂടിയാലോചനകൾ ഇപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നടത്തി വരികയാണ്. അപ്പോൾ അത് വളരെ വിജയകരമായ രീതിയിൽ നടന്നു കഴിഞ്ഞു. MP-മാർ, MLA-മാർ, അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റികൾ, മണ്ഡലം കമ്മിറ്റികൾ, ഭാരവാഹികൾ, സ്റ്റേറ്റ് ഭാരവാഹികൾ, ഇങ്ങനെ എല്ലാവരുമായും കൂടുതൽ സമയമെടുത്തുകൊണ്ട് തന്നെ കൂടിയാലോചനയൊക്കെ നടത്തി അതിനുശേഷമാണ് സ്ഥാനാർത്ഥി ലിസ്റ്റിന് അന്തിമ രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്നും മലപ്പുറത്ത് മുസ്ലിം ലീഗ് ഓഫീസിൽ അതിൻ്റെ അന്തിമ ചർച്ചകളെല്ലാം നടന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിവിടെ പ്രഖ്യാപിക്കാൻ അല്ലേ, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. മഞ്ചേശ്വരം AKM അഷ്റഫ്, കാസർഗോഡ് കലക്ടർ മായിൻ ഹാജി, അഴീക്കോട് കരീം ചേലേരി, കൂത്തുപറമ്പ് ജയന്തി രാജൻ, കുറ്റിയാടി പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്ര ഫാത്തിമ തഹലിയ, തിരുവമ്പാടി കാസിം കൂടരഞ്ഞി, കൊടുവള്ളി PK ഫിറോസ്, കുന്നമംഗലം റസാഖ് മാസ്റ്റർ, ഇതാണ് കോഴിക്കോട് സൗത്ത് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, വള്ളിക്കുന്ന് TV ഇബ്രാഹിം, കൊണ്ടോട്ടി TP അഷ്റഫ് അലി, വള്ളിക്കുന്ന് TV ഇബ്രാഹിം, കൊണ്ടോട്ടി TP അഷ്റഫ് അലി, മഞ്ചേരി അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, ഏറനാട് PK ബഷീർ, മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടി, മങ്കട മഞ്ഞളാംകുഴി അലി, പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം, വേങ്ങര KM ഷാജി വേങ്ങര, കോട്ടക്കൽ ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂർ കുറുക്കോളി മൊയ്തീൻ, താനൂർ PK നവാസ്, തിരുരങ്ങാടി PMA സമീർ, മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, ഗുരുവായൂർ CH റഷീദ്, കളമശ്ശേരി അഡ്വക്കേറ്റ് BE അബ്ദുൽ ഗഫൂർ. ഇതിപ്പോൾ 25 സ്ഥാനങ്ങളിലേക്കുള്ള ലിസ്റ്റാണ് ഇപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ളത്. ഇനി 2
പുനലൂരിലും ചേലക്കരയിലും അവിടെ കൂടി മുസ്ലിം ലീഗ് മത്സരിക്കുന്നുണ്ട്. അത് 2 ദിവസത്തിനകം അത് പ്രഖ്യാപിക്കുന്നതാണ്. പുനലൂരിലും ചേലക്കരയിലും. നീ വായിക്കണോ? അത് പുനലൂരും ചേലക്കരയും. കോങ്ങാട് മാറി പകരം ചേലക്കര. ഇനി എന്താ വേണ്ടി? ആ വായിച്ച വായിക്കണോ? വായിക്കണം. ഫിറോസ് ഉണ്ടോ? ഇനി വായിക്കണോ? വേണ്ട. പിന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം സാഹിബ് അദ്ദേഹം മത്സര രംഗത്തേക്ക് മത്സരിക്കുന്നില്ല എന്ന് പാർട്ടിയെ അറിയിക്കുകയുണ്ടായി. മജീദ് സാഹിബ് നേരത്തെ തന്നെ മത്സരരംഗത്ത് നിന്ന് പിൻവാങ്ങിയിട്ടുള്ളതാണ്. ജില്ലാ സെക്രട്ടറിയും മത്സരിക്കുന്നില്ല. അത് മറ്റന്നാൾ പറയും. ചേലക്കരയും നമ്മുടെ പുനലൂരും. അത് പുനലൂരാണോ ചടയമംഗലമാണോ എന്ന് തീരുമാനമായിട്ടില്ല. അതിനുശേഷം നമുക്ക് പറയാം. മലപ്പുറം ജില്ലാ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്ററും മത്സരരംഗത്തില്ല. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നറിയിക്കുന്നുണ്ട്. ആരാ വേണ്ടി? മുസ്ലിം ലീഗ് യുവാക്കൾക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നന്നല്ല നിൽക്കാം. മലപ്പുറത്തേക്ക് സ്വാഗതം ചെയ്യാണ്.